ജാലങ്ങളിൽ മഖബറകളിലും ഒക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നോക്കൂ, ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിയാൽ അവരിൽ പലരും നിസ്കാരത്തിൽ കൂട്ടുവായിരുന്നു, എവിടെയോ ചിന്തിക്കുന്നു, അങ്ങ് നിസ്കരിച്ചങ്ങ് തീർക്കുകയാണ്. എന്നാൽ അതേ മനുഷ്യൻ തന്നെ ഒരു ഖബറിന്റെ മുൻപിൽ അങ്ങ് വന്നെത്തിയാൽ പിന്നെ അവന്റെ മനസ്സ് അവന് പിടിച്ചാൽ കിട്ടുന്നില്ല. പിടിച്ചാൽ കിട്ടാത്ത ആൾക്കാരൻ അവിടെ എത്തിയാൽ അവിടെ കരയുകയാണ്, ആർത്ത് നിലവിളിക്കുകയാണ്, അവന്റെ മനസ്സ് ആകെ കിടുങ്ങി വിറക്കുകയാണ്. ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് ആദരവിന്റെ പേരിൽ എന്തു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് അവനറിയില്ല. അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കാൻ നിന്നാൽ, പള്ളിയിൽ വന്നാൽ വരെ അവൻ അങ്ങനെയല്ല. ഖബറിന്റെ അടുത്തെത്തിയാൽ അവനാകെ പേടിച്ചു ഉറക്കുകയാണ്. ഈ ആദരവ് ഇബാദത്തിന്റെ പരിധിയിലേക്ക് എത്തുന്നതാണ്. ഇബ്നു അഖീൽ അൽ-ഹംബലി അദ്ദേഹം പറഞ്ഞ വാക്ക് തൽബീസ് ഇബ്ലീസിൽ ഇബ്നുൽ ജൗസി എടുത്തുകൊടുത്തായി കാണാം. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്ന് ഈ കാണുന്ന ആളുകൾ ഖബറിനെ ഈ രൂപത്തിൽ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്. ഇബ്നു അഖീൽ അദ്ദേഹം ഹംബലി പണ്ഡിതനാണ്, ഇബ്നു തൈമിയ്യക്ക് മുൻപുള്ളയാളാണ്. അദ്ദേഹം പറയാൻ, അത് എന്റെ അടുക്കൽ കുഫാറുകളുടെ സ്വഭാവമാണ്. ഇങ്ങനെ മുൻഗാമികളായ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ ആദരവ് ഇബാദത്താകുക എന്നതിനെ ഗൗരവത്തിൽ താക്കീത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇബാദത്തിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം കേട്ടു. അഥവാ ഒരാള് തന്റെ ദൈവമാണ്, ഇലാഹാണ്, ആരാധ്യ വസ്തുവാണെന്ന് വിശ്വസിക്കുന്ന ഒരു ശക്തിന്റെ മുന്നിൽ, ആരാധ്യനാണെന്നും ഇലാഹാണെന്നും വിശ്വസിക്കുന്ന ഒരു വസ്തുവിന്റെ ഒരു ശക്തിന്റെ മുന്നിൽ സാമീപ്യം തേടുന്നതിനാണ് എന്താ പറയാ, ഇബാദത്ത്, ആരാധന എന്ന് പറയുക. ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ അദ്ദേഹം പറയുന്ന, ഒരു കാര്യം ഇബാദത്താകണമോ, ആ അള്ളാഹുവിന് പുറമെ നീ സഹായം തേടുന്നത് ആരോടാകട്ടെ, നീ എന്ത് ചെയ്താലും ഇലാഹാണ് എന്ന വിശ്വാസമില്ലാതെ അത് ഒരിക്കലും ഇബാദത്താവുകയില്ല. അങ്ങനെ ഒരു നിബന്ധന ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഇത് നവവിയുടെ താരീഫ് വായിച്ചിട്ടാണ് പറയുന്നത്. നവവിയുടെ ഈ താരീഫ്, ഈ നിർവചനം അത് ഉള്ളത് മജ്മൂഅയിലാണ്. എന്റെ ഓർമ്മ മജ്മൂഅയിലാണ്. ശറഹുൽ മുഹദ്ദബിൽ മജ്മൂഅ എന്ന കിതാബ് തന്നെ എഴുതിയിരിക്കുന്നത് ഫിഖ് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയ കിതാബാണ്, കർമ്മശാസ്ത്രം. ഖാദി ഇയാദിന്റെ ഈ നിർവചനം നവവി കൊടുക്കുന്നത്, ഒരു പ്രവൃത്തി എപ്പോൾ, ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു പ്രവൃത്തി എപ്പോൾ ഇബാദത്താകും എന്നത് വിവരിക്കാൻ വേണ്ടിയല്ല നവവി അത് പറയുന്നത്. നവവി പറയുന്നത് ഇസ്ലാമിൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്ന് നമ്മൾ ദീനിൽ ഖുർആനിലൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മൾ ഇബാദത്തിനെ കുറിച്ചാണല്ലോ ഈ കിതാബിൽ പഠിപ്പിക്കുന്നത്. ഇബാദത്ത് എന്ന് ഇസ്ലാമിൽ പറയുന്നത് എന്തിനാണ്? അള്ളാഹു റബ്ബുൽ ആലമീനായ മഅബൂദായ നിന്റെ റബ്ബ് അവൻ കൽപ്പിച്ചത് നീ പ്രവർത്തിച്ചാൽ അതിനാണ് ഇബാദത്ത് എന്ന് പറയുക. അതായത് സ്വീകരിക്കപ്പെടുന്ന ഇബാദത്ത്, നിസ്കാരം എന്തുകൊണ്ട് ഇബാദത്തായി? അള്ളാഹ് കൽപ്പിച്ചതാണ്. കൽപ്പിച്ചത് അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ അത് ഇബാദത്തായി. അത്രേ അതിന് അർത്ഥമുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. സ്വീകാര്യമായ ഇബാദത്ത് എന്താണ്, അതാണ് അവിടെ പറയുന്നത്. ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇസ്ലാമിലെ സുജൂദ് എന്താണെന്ന് വിവരിക്കുന്ന ഫിഖ്ഹിന്റെ കിതാബ് എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കാണാം, സുജൂദ് എന്ന് പറഞ്ഞാൽ 7 അവയവങ്ങളിൽ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ സാഷ്ടാംഗം നമിക്കലാണ്. അതാ സബഅത്തിൽ ആവാ, 7 അവയവത്തിലായിരിക്കണം. ഏതൊക്കെ 7 അവയവം? നെറ്റിയുണ്ട്, അതിനോടൊപ്പം മൂക്കും കൂടി ഉൾപ്പെടും, 2 കൈപ്പത്തികൾ, 2 കാൽമുട്ടുകൾ, 2 കാൽപാദങ്ങൾ. അപ്പൊ നാളെ ഒരാൾ വന്നിട്ട് വിഗ്രഹത്തിന് മുൻപിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്നാകെ വീണിട്ട് ഇങ്ങനെ കൈകൂപ്പി കിടക്കണം. അത് യഥാർത്ഥത്തിൽ സുജൂദാണ്. യഥാർത്ഥത്തിൽ വിഗ്രഹത്തിനുള്ള സുജൂദാണ്. അപ്പൊ ഒരാൾ നവവി പറഞ്ഞിട്ടുണ്ട്, സുജൂദ് എന്ന് പറഞ്ഞാൽ 7 അവയവത്തിന് മേലെയായിരിക്കണം. ഇയാൾ എല്ലാ ശരീരം ഒന്നാകെ ഭൂമിയിലാണ്. ഇത് സുജൂദാവില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ആ പറഞ്ഞത് ഇസ്ലാമിലെ സുജൂദാണ്. അതിന്റെ അർത്ഥം സുജൂദിന്റെ രൂപത്തിൽ വേറെ എന്തെങ്കിലും ഒരാൾ ചെയ്താൽ, സുജൂദ് എന്ന രൂപത്തിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് സുജൂദാവില്ലാണോ? അങ്ങനെയാണോ ഇതിന്റെ അർത്ഥം? ബുദ്ധി ഒരാൾ അങ്ങനെ മനസ്സിലാക്കും. ഫിഖ്ഹിന്റെ കിതാബിൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, തവാഫ് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. ഉദാഹരണം, തവാഫിന്റെ നിർവചനം പറയുമ്പോൾ ഫിഖ്ഹിന്റെ കിതാബിൽ എന്താ, കഅബയ്ക്ക് ചുറ്റും ഇങ്ങനെ വലയം വെക്കലാണ്, ഈ ഇടതുഭാഗത്താക്കിക്കൊണ്ട് വലയം വെക്കലാണ്. അപ്പൊ ഒരാൾ പറയാൻ, കണ്ണിലെ കിതാബിലെ ഇടതുഭാഗം കഅബ ആയിക്കൊണ്ട് വലയം വെക്കണം. ഞാനിതാ ജാറത്തിന്റെ ചുറ്റും